കേരള സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇക്കാര്യം ഉറപ്പുതരുന്നുവെന്നും സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് 1-ാം തീയതി പണം പിൻവലിക്കാൻ കഴിയാതിരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സാധാരണഗതിയിൽ കിട്ടേണ്ട 13,000 കോടി രൂപ ഈ മാസം കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. 7-ാം തീയതിയോടെ സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ കേസ് പരിഗണിക്കും. സംസ്ഥാനത്തിന്റെ ആകെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ് കേന്ദ്ര നീക്കം. എന്നാൽ ഇതുകൊണ്ട് ശമ്പളവും പെൻഷനും മുടങ്ങില്ല. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്നും 13,600 കോടി തരുന്നില്ല എന്നത് വലിയ തോതിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫസ്റ്റ് വൺ ന്യൂസ്, കണ്ണൂർ. പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, ഇപ്പോൾ ശമ്പളം മുടങ്ങും, പെൻഷന്റെ കാര്യത്തിൽ തടസ്സം വരും എന്ന് വരുന്നുണ്ട്. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി അതിന് കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആകെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്. 13,600 കോടി അവിടെ നിന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ബാധിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴും കേസിന് പോയില്ലായിരുന്നെങ്കിൽ കിട്ടേണ്ട പണമാണ്. അപ്പോൾ കേസിന് പോയി എന്ന് പറഞ്ഞിട്ട് പണം തരാതിരിക്കും. ആവശ്യമുണ്ട് പെൻഷനും ശമ്പളവും മുടങ്ങുന്ന അവസ്ഥ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, ഓപ്പോസിറ്റ് മാഗ്നം മാൾ, മെയിൻ റോഡ്, പയ്യന്നൂർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, ഏറ്റവും നല്ലത്.